ഇന്ന് നമ്മൾ കാണുന്ന ഈ രാജ്യത്ത് കാണുന്ന എല്ലാ വികസനങ്ങൾക്കും തുടക്കം കുറിച്ചത് ചാച്ചാജിയാണ്. ആരാണ്? ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും ബലത്തിൽ ചെയ്യുന്നത് എന്താണ്? അടിസ്ഥാനം, ബേസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ശക്തമായ ഒരു ബേസ്മെന്റ് പണിതത് കൊണ്ടാണ് ഇന്ന് രാജ്യം വികസിതമായിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിൽ തന്നെ ഒരു വൻശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ ഈ ഇത്രയും പ്രശ്ന സങ്കീർണമായ സമയത്ത് രാജ്യത്തെ നയിച്ച പ്രഥമ പ്രധാനമന്ത്രിക്ക് കുട്ടികളെ കേൾക്കുവാനും കുട്ടികളോട് സമയം ചെലവഴിക്കുവാനും കുട്ടികളുടെ ഇഷ്ട വിനോദങ്ങളിൽ പങ്കെടുക്കുവാനും അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നു, കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നു, കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കുന്നു, നന്നായിട്ട് അവരെ കാര്യങ്ങൾ നോക്കുന്നു. പലപ്പോഴും മികവ് ചെലവഴിച്ച അത്ര സമയം പോലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ, ഞാൻ അവിടെ സൂചിപ്പിച്ചതുപോലെ, ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ആ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു അച്ഛന്റെ കരുതൽ അതിനകത്തുണ്ടായിരുന്നു. ഒരു മകൾ എങ്ങനെ വളർന്നു വരണം, എത്തരത്തിലുള്ള അറിവുകൾ നേടണമെന്ന് ജയിലിൽ കിടന്നുകൊണ്ട് അച്ഛൻ മകൾക്ക് എഴുതി. ലോകപ്രസിദ്ധമായ പുസ്തകങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുസ്തകം കിട്ടുമെങ്കിൽ അത് വായിച്ചു നോക്ക്. അതിൽ ഭൂമിശാസ്ത്രമുണ്ട്, ചരിത്രമുണ്ട്, സയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ പുസ്തകമാണ് ഇന്ദിരാ പ്രിയദർശിനി വായിച്ചു പഠിച്ച് ഇന്ത്യയിലെ ഉരുക്കവനിത എന്ന് അറിയപ്പെടുന്ന പ്രധാനമന്ത്രിയായി മാറിയത്. അതുപോലെ നമ്മുടെ മക്കളെയും ഉരുക്കുവനിതയും ഉരുക്ക് പ്രധാനമന്ത്രിയും ശക്തരും നീതിബോധമുള്ളവരും ധർമ്മിഷ്ഠരുമായ വ്യക്തികളാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളും എന്നൊരു തീരുമാനമെടുക്കുക. എന്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തുവാനും രാഷ്ട്രത്തിലും സമൂഹത്തിലും നന്മയുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റുവാനും അവർക്ക് വേണ്ടി എന്റെ ജീവിതത്തിലെ കുറച്ച് സമയം ഞാൻ മാറ്റിവെക്കും. അതോടൊപ്പം തന്നെ ഞാനും സ്വയം അറിവുള്ളവനായി മാറും. എനിക്ക് അറിവുണ്ടായിരുന്നാൽ എന്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെ? എനിക്ക് അറിവുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ അറിവുള്ളവരായി നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും മാറണം, ഒപ്പം രക്ഷകർത്താക്കളും മാറണം. എല്ലാവർക്കും ശിശുദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.